മിറ യുവ ഭാരതും ഗ്ലോബൽ ഗീവേഴ്സ് ഫൗണ്ടേഷനും സംഘടിപ്പിക്കുന്ന മൻ കി ബാത് ക്വിസ് സീസൺ 5 ടാലന്റ് ഹണ്ടിന് തലസ്ഥാനത്ത് തുടക്കമായി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളെ ബന്ധിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗമാണ് മൻ കി ബാത്ത് എന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. വിജയകരമായ 4 സീസണുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് തലസ്ഥാനത്ത് മൻ കി ബാത് ക്വിസ് സീസണിന്റെ 5ാമത് ടാലന്റ് ഹണ്ടിന് തുടക്കമായത്. മേര യുവഭാരതും ഗ്ലോബൽ ഗീവേഴ്സ് ഫൗണ്ടേഷനും സംഘടിപ്പിച്ച 5ാം സീസൺ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളെ ബന്ധിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗമാണ് മൻ കി ബാത്ത് എന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. മൻ കി ബാത്ത് യുവതലമുറയ്ക്ക് നൽകുന്നത് പുതിയ സാധ്യത. വികസിത് ഭാരതത്തിനും വികസിത് കേരളത്തിനും നാഴികക്കല്ലാകും സീസൺ 5ാം ഘട്ടമെന്നും കേന്ദ്രമന്ത്രി. Honorable Prime Minister Paramadaniya Narendra Modi ji has given our nation a unique platform through the radio program Man Ki Baat. Over the years, it has become a powerful medium that connects people across regions, languages and backgrounds. Having aired more than 122 episodes, Man Ki Baat has touched the lives of millions across the country, better to say across the globe, bringing out voices from the ground, sharing stories of change and inspiring every section of our society. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. മൻ കി ബാത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികളും യുവതലമുറയും സ്വന്തമാക്കിയ നേട്ടങ്ങളും അദ്ദേഹം പറഞ്ഞു. അറിവിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു യാത്ര എന്നുള്ള നിലയിലാണ് പ്രധാനമന്ത്രി നമ്മളോട് സംസാരിക്കുന്ന നിരവധി വിഷയങ്ങൾ, അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നമ്മുടെ യുവതലമുറ വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ 5ാമത്തെ സീസൺ, ആ സീസണിലേക്ക് മത്സരാർത്ഥികളായി എത്തുന്ന വിദ്യാർത്ഥികൾ ഈ അറിവ് സ്വായത്തമാക്കി, അറിവിനെ നമ്മുടെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കി, അതിലൂടെയാണ് വികസിത ഭാരതം സൃഷ്ടിക്കപ്പെടുക. വിവിധ ക്വിസ് കോമ്പറ്റീഷൻ വിജയികളായവരെയും വിവിധ പുരസ്കാരങ്ങൾ നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ജനം, തിരുവനന്തപുരം.